ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് 4ാം ക്ലാസ്സിലെ സെക്കൻഡ് ടേം ഇവാലുവേഷനിൽ വരുന്ന മലയാളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. പുതിയ സിലബസ് അനുസരിച്ച് മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള ഷുവർ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം ഒന്ന് പറഞ്ഞു തരാം. കൂട്ടുകാർക്ക് മലയാളം എക്സാമിന് വരാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങളാണ് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനനുസരിച്ച് കൂട്ടുകാർ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന പ്രവർത്തനങ്ങൾ കത്തുണ്ടായിരിക്കും, അതുപോലെ ഡയറി, കവിത പൂർത്തിയാക്കൽ, ഗദ്യരൂപം, നോട്ടീസ്, അനുഭവക്കുറിപ്പ്, സംഭാഷണം, ജീവചരിത്രക്കുറിപ്പ്, താരതമ്യക്കുറിപ്പ്, പത്രവാർത്ത, പ്രസംഗം, ചിഹ്നം ചേർക്കൽ, വായിക്കാം, കണ്ടെത്താം, ആസ്വാദനക്കുറിപ്പ്. ഇത്രയും പ്രവർത്തനങ്ങൾ എന്തായാലും ഒന്നിച്ച് ചോദിക്കില്ല, പക്ഷെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ എന്തായാലും ചോദിക്കും. അപ്പോൾ നമുക്ക് ഇതെല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഇതിലെ ഏത് പ്രവർത്തനം വേണമെങ്കിലും ചോദ്യങ്ങളായി വന്നേക്കാം. അപ്പോൾ കൂട്ടുകാരെ, മലയാളം ചോദ്യപേപ്പറിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഇതിൽ ജീവചരിത്രക്കുറിപ്പ്, വായിക്കാം, കണ്ടെത്താം, ആസ്വാദനക്കുറിപ്പ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ളവ നമുക്ക് മറ്റു വീഡിയോയിൽ ചെയ്യാം. മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് വായിക്കാം, കണ്ടെത്താം എന്നത്. അതിനായി ഒരു കഥയോ യാത്രാ വിവരണമോ ഡയറിയോ കത്തോ എന്തും നിങ്ങൾക്ക് തന്നേക്കാം. നന്നായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്നതാണ് ആദ്യത്തെ പ്രവർത്തനം. എല്ലാവർക്കും ഫുൾ മാർക്ക് നേടിയെടുക്കാവുന്ന ഒരു പ്രവർത്തനമാണ് ഇത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. വായിക്കാം, കണ്ടെത്താം. താഴെ തന്നിരിക്കുന്ന യാത്രാ വിവരണം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉചിതമായ മറുപടി എഴുതുക. ഞാൻ ആദ്യമായാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്, അതും തിരുവനന്തപുരത്തേക്ക്. കന്യാകുമാരി കാണുക എന്നത് എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ്. ഞാനും ചേച്ചിയും അച്ഛനും അമ്മയും ചേർന്നാണ് യാത്ര പോകുന്നത്. രാത്രി 8:55 അമൃത എക്സ്പ്രസിലാണ് യാത്ര. രാത്രി കഴിക്കാനുള്ള അത്താഴം അമ്മ കയ്യിൽ കരുതിയിരുന്നു. വാഴയിലയിൽ കെട്ടിയ നല്ല പൊതിച്ചോറ്. ട്രെയിനിൽ ഇരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണ വീട്ടിൽ നിന്നും കഴിക്കുന്ന ഭക്ഷണത്തെക്കാൾ സ്വാദ് തോന്നി. രാത്രി എന്തോ എനിക്ക് ഉറക്കം വന്നതേയില്ല. ഇരുളിനെ ഭേദിച്ച് ട്രെയിൻ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ചെറിയ ചാറ്റൽ മഴയിൽ തണുത്ത കാറ്റ് ജനലിലൂടെ വീശി. ആ തണുപ്പിൽ എൻ്റെ മെയ്യ് തണുത്ത് കോരിത്തരിച്ചു. അമ്മ പുതച്ചു തന്ന പുതപ്പിന്റെ ചൂട് തട്ടി ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. രാവിലെ 4:55 വണ്ടി തിരുവനന്തപുരത്ത് എത്തും. ഞാൻ 4 മണി ആയപ്പോഴേക്കും ഉണർന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. അങ്ങ് ദൂരെ വലിയ കെട്ടിടങ്ങളിൽ നിന്നും ലൈറ്റുകൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. തീവണ്ടിയുടെ വേഗത കൊണ്ടായിരിക്കാം പുറത്തെ മരങ്ങളും പോസ്റ്റുകളും എങ്ങോട്ടോ ധൃതിയിൽ ഓടിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നി. കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തി. ഇനി അവിടെ കാണാൻ പോകുന്ന കാഴ്ചകളുടെ ആകാംക്ഷയിലാണ് ഞാൻ. ഒരു കുട്ടിയുടെ ട്രെയിൻ യാത്രയിലുള്ള വിവരണങ്ങളാണ് ഇത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, യാത്രാ വിവരണത്തിന് ഉചിതമായ ഒരു തലക്കെട്ട് നൽകുക. ഈ ഒരു യാത്രാ വിവരണം വായിച്ച് കൂട്ടുകാർക്ക് തോന്നിയ നല്ലൊരു തലക്കെട്ട് ഇവിടെ എഴുതി ചേർക്കാവുന്നതാണ്. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ഒരു തീവണ്ടി യാത്ര എന്നാണ്. അടുത്ത ചോദ്യം, ഞാൻ ആദ്യമായാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് എന്ന വാചകത്തെ മാറ്റി എഴുതുക. വാചകങ്ങൾ മാറ്റി എഴുതുന്ന പ്രവർത്തനം നമ്മൾ കുട്ടിയുടെ പുഴ എന്ന കഥയിൽ ചെയ്തിട്ടുണ്ട്. ഇത് മാറ്റി എഴുതുകയാണെങ്കിൽ ട്രെയിനിൽ ഞാൻ ആദ്യമായാണ് യാത്ര ചെയ്യുന്നത് എന്ന് എഴുതാം. മൂന്നാമത്തെ ചോദ്യം, ശരീരം എന്നതിന് പകരം ഉപയോഗിച്ച മറ്റൊരു വാക്ക് ഏതാണ്? മെയ്യ്. ഓക്കെ. നാലാമത്തെ ചോദ്യം, യാത്രാ വിവരണത്തിലെ കുട്ടി ട്രെയിനിൽ യാത്ര പുറപ്പെട്ടത് എങ്ങോട്ടാണ്? തിരുവനന്തപുരം അല്ലേ? ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം. യാത്രക്കിടയിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെ? ആ ഒരു കുട്ടി ട്രെയിൻ യാത്രക്കിടയിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു? വലിയ കെട്ടിടങ്ങളിൽ നിന്നും ലൈറ്റുകൾ പ്രകാശിക്കുന്നതും മരങ്ങളും പോസ്റ്റുകളും ധൃതിയിൽ എങ്ങോട്ടോ ഓടിപ്പോകുന്നത് പോലെയുമുള്ള കാഴ്ചകളാണ് യാത്രക്കിടയിൽ കണ്ടത്. പ്രവർത്തനം 2. താഴെ തന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. കൂട്ടുകാരെ, ഇവിടെ ONV കുറിപ്പിനെ കുറിച്ചുള്ള ഒരു ജീവചരിത്രക്കുറിപ്പ് എഴുതാനാണ് തന്നിരിക്കുന്നത്. ജീവചരിത്രക്കുറിപ്പ് എഴുതുമ്പോൾ ആ ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തായാലും ചോദ്യപേപ്പറിൽ തന്നിരിക്കും. അത് നന്നായി വായിച്ച് മനസ്സിലാക്കി എഴുതിയാൽ മതി.
ഇവിടെ നമുക്ക് ONV കുറിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കൂ. ജനനം 1931 മെയ് 27, മരണം 2016 ഫെബ്രുവരി 13. മാതാപിതാക്കൾ KN കൃഷ്ണക്കുറുപ്പ്, ലക്ഷ്മിക്കുട്ടി അമ്മ. മുഴുവൻ പേര് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. മേഖലകൾ കവി, നാടക, സിനിമ ഗാന രചയിതാവ്. പുരസ്കാരങ്ങൾ ജ്ഞാനപീഠം 2007, പത്മശ്രീ 1998, പത്മവിഭൂഷൺ 2011. 1982 മുതൽ 1987 വരെ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നു. കൃതികൾ അഗ്നിശലഭങ്ങൾ, ഉപ്പ്, ഉജ്ജയിനി, ഭൂമിക്കൊരു ചരമഗീതം. ജനനസ്ഥലം ചവറ, കൊല്ലം. ഇത്രയും വിവരങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാം. ONV കുറിപ്പ്. 1931 മെയ് 27 കൊല്ലം ജില്ലയിലെ ചവറയിൽ KN കുറുപ്പിന്റെയും ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും മകനായി ONV കുറുപ്പ് ജനിച്ചു. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്നാണ്. മലയാളത്തിലെ പ്രശസ്ത കവിയും നാടക, സിനിമാ ഗാന രചയിതാവുമാണ് അദ്ദേഹം. 1982 മുതൽ 1987 വരെ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നു അദ്ദേഹം. 2007 ജ്ഞാനപീഠ പുരസ്കാരം, 1998 പത്മശ്രീ പുരസ്കാരം, 2011 പത്മവിഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അഗ്നിശലഭങ്ങൾ, ഉപ്പ്, ഉജ്ജയിനി, ഭൂമിക്കൊരു ചരമഗീതം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. 2016 ഫെബ്രുവരി 13 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കിയാൽ മതിയാകും. ഈ ഒരു പ്രവർത്തനത്തിലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടിയെടുക്കാവുന്നതാണ്. അടുത്ത പ്രവർത്തനം, താഴെ തന്നിരിക്കുന്ന കവിത വായിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. കവിത നന്നായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കവിത വായിച്ചു നോക്കാം. ഇത്തിരി പൂവേ, ചുവന്ന പൂവേ, ഇത്രനാൾ എങ്ങു നീ പോയി പൂവേ, മണ്ണിനടിയിൽ ഒളിച്ചിരുന്നു, മറ്റുള്ള പൂക്കളെ കാത്തിരുന്നു, വന്നതു നന്നായി തെല്ലുനേരം, വല്ലതും പാടിക്കളിക്കാം സൗര്യം, ചെമ്മേറുമായുടുപ്പാരു തന്നു, ചേച്ചിക്കൊരുമ്മ വയ്ക്കാനേ തോന്നു, കാറ്റടിച്ചോമനെ വീണിടല്ലേ, കാറ്റത്തെ വെയിലേറ്റു വീണിടല്ലേ. ഇത്തിരിപ്പൂവ്, ജി ശങ്കരക്കുറുപ്പ്. ഒരു കുട്ടി പൂവിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഈ ഒരു കവിതയിലുടനീളം പറയുന്നത്, അല്ലേ? ജി ശങ്കരക്കുറുപ്പിന്റെ വരികളാണ് ഇത്. ഇനി നമുക്ക് ഈ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. ജി ശങ്കരക്കുറുപ്പിന്റെ ഇത്തിരിപ്പൂവ് എന്ന കവിതാ സമാഹാരത്തിലെ വരികളാണ് ഇവ. ലളിതമായ വരികളും ആശയഭംഗിയും ഈ കവിതയെ കൂടുതൽ മനോഹരമാക്കുന്നു. ഒരു കൊച്ചുകുട്ടി പൂവിനോട് സംഭാഷണം നടത്തുന്നതാണ് കവിതയുടെ വിഷയം. മുറ്റത്തെ ചെടിയിൽ പൂവുണ്ടായ സന്തോഷത്തിൽ കുട്ടി പൂവിനോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇത്രയും നാൾ നീ എവിടെയായിരുന്നുവെന്നും, മണ്ണിനടിയിൽ ഒളിച്ചിരുന്നതാണോ എന്നും, മറ്റുള്ള പൂക്കളെ കാത്തിരുന്നതാണോ എന്നും കുട്ടി പൂവിനോട് ചോദിക്കുന്നു. പിന്നീട് കുട്ടി പൂവിനോട് പറയുന്നുണ്ട്, നീ വന്നത് നന്നായി എന്നും, നമുക്ക് ഒരുമിച്ചും പാടി കളിക്കാമെന്നും, നിന്റെ ഈ ഭംഗിയുള്ള ചുവന്ന ഉടുപ്പ് ആര് തന്നതാണെന്നും, നിന്നെ കണ്ടാൽ എൻ്റെ ചേച്ചിക്ക് ഉമ്മ വയ്ക്കാൻ തോന്നുമെന്നും കുട്ടി പൂവിനോട് പറയുന്നു. കാറ്റടിച്ചു വീഴല്ലേ എന്നും വെയിലേറ്റ് വാടല്ലേ എന്നും കുട്ടി പൂവിനോട് സ്നേഹത്തോടെ പറയുന്നുണ്ട്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ മനോഹരമായി ചിത്രീകരിക്കുന്ന ഒരു കവിത കൂടിയാണ് ഇത്. അപ്പോൾ കൂട്ടുകാരെ, മലയാളം സെക്കൻഡ് ടേം ഇവാലുവേഷനിൽ വരാൻ സാധ്യതയുള്ള 3 പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തത്. ഇതുപോലെ ചോദ്യപേപ്പറിൽ വരാൻ സാധ്യതയുള്ള മറ്റു പ്രവർത്തനങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുപോലെ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ബ്ലൂമിംഗ് ബഡ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്